ഒരു കപ്പ് പാലുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാലെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് റവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി കൊടുക്കണേ. 1 കപ്പ് പാലിന് 1/4 കപ്പ് റവ കറക്റ്റ് അളവാണ്. അപ്പോൾ നമ്മൾ റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കണം. റവയായതുകൊണ്ട് തന്നെ അറിയാലോ, വേഗം തന്നെ ഇത് കുറുകി കിട്ടും. നമ്മൾ ഫ്ലെയിമെല്ലാം കുറച്ച് വെച്ചിട്ട് കൈവിടാതെ ഇതേപോലെ ഇളക്കി കൊടുത്താൽ നമ്മുടെ റവയെല്ലാം നന്നായിട്ട് കുറുകി വന്നോളും. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ബോളാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചെറുതോ വലുതോ എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഇനി ബോൾ ഷേപ്പ് അല്ലാണ്ട് വേറെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. പക്ഷേ ഇതുപോലെ ബോൾ ഷേപ്പിലാക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ എല്ലാ മാവും നമ്മൾ ഇതേപോലെ തന്നെ ഷേപ്പ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്നും കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിലാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എന്നാലാണ് കാണാനും നല്ല രസമുണ്ടാകുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. കാണാനും നല്ല രസമുള്ള, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.